സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള കളമശ്ശേരിയിലെ മാർത്തോമ ഭവന്റെ മതിൽ പൊളിച്ച് ഭൂമി കയ്യേറിയതായി പരാതി. മുഹമ്മദ് മുസ, NM നസീർ, സെയ്ദ് മുഹമ്മദ് എന്നിവരുടെ പേരിലാണ് ഭൂമിയുള്ളതെന്ന് അവകാശപ്പെട്ടാണ് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചത്. മാർത്തോമ ഭവന്റെ മതിൽ പൊളിച്ച സ്ഥലം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സന്ദർശിച്ചു. ഉത്തരേന്ത്യയിലേക്ക് നോക്കി മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ ഇത്തരം അതിക്രമങ്ങൾ കാണുന്നില്ലെന്ന് ഷോൺ ജോർജ് വിമർശിച്ചു. ഗുണ്ടാ സംഘത്തിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് മതിൽ പൊളിച്ചതെന്നും 6 ഏക്കറോളം വരുന്ന ഭൂമി കയ്യേറ്റമാണ് നടന്നിട്ടുള്ളതെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. വിധി വരാനിരിക്കുന്ന കേസിലാണ് അതിക്രമം നടന്നത്. കന്യാസ്ത്രീകളടക്കം ഭയപ്പെട്ട് കഴിയുകയാണ്. ഗുണ്ടായിസം അനുവദിക്കില്ലെന്നും നീതിക്കായി നിലകൊള്ളുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ഇവിടെ 10ഓളം കന്യാസ്ത്രീമാർ ഉള്ള ഒരു കോൺവെന്റാണിത്. ഈ കോൺവെന്റിന്റെ മുൻവശത്ത് ഇവിടുന്ന് ഏറെക്കുറെ 100 മീറ്റർ മതിൽ ഒരു രാത്രി 4 മണിക്കൂർ കൊണ്ട് മതിൽ മൊത്തം പൊളിച്ചു കളയും. 70ഓളം ഗുണ്ടകളാണ് ഇത്. ഒരു മുഹമ്മദ് മൂസ, NM നസീർ, സെയ്ദ് മുഹമ്മദ്, ഈ 3 പേരുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഈ ഒറ്റ രാത്രി കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ഇത്രയും മേഖലയിൽ ഈ മതിൽ പൊളിച്ചു കളഞ്ഞ് ആ മതിലിൻ്റെ അവശിഷ്ടം പോലും അവിടെ ഇല്ല, എല്ലാം രാത്രി കൊണ്ട് എടുത്തുകൊണ്ട് പോയി. ഈ വിഷയത്തിൽ ഒരു സംശയം വേണ്ട, ഇവിടെ ഒരു ഗുണ്ടായുസിനും BJP അനുവദിക്കില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ BJP ഇടപെടും. ഇവിടെ വിവേചനം, ഒരു കാരണവശാലും ഒരു വിവേചനം ഇവരോട് കാണിക്കാൻ, തിരിച്ചു വ്യത്യാസം കാണിക്കാൻ, നീതി നടപ്പിലാകട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ചില ഗുണ്ടായുസം ഇവിടെ നടത്താം എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. മാർത്തോമ ഭവനിലെത്തി സുപ്പീരിയർ ഫാദർ ജോർജ് പാറക്ക ഉൾപ്പെടെയുള്ള വൈദികരെ കണ്ട ഷോൺ ജോർജും ന്യൂനപക്ഷ മോർച്ച നേതാക്കളും നിയമപോരാട്ടത്തിൽ മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡെന്നി ജോസ് വിളിയത്ത്, ന്യൂനപക്ഷ മോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ MP, കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലർ പ്രമോദ് കുമാർ, നേതാക്കളായ ജോയ് ചാക്കോ, ജോയ് PK, സാജു തരീൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ആധാരമടക്കം എല്ലാ രേഖകളും കൈവശമുള്ള 4 ഏക്കർ 89 സെന്റ് ഭൂമിയാണിതെന്നും മുൻസിഫ് കോടതിയുടെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണങ്ങൾക്ക് തുടക്കമിടുന്നതെന്നും സംഘടിപ്പിച്ചെടുത്ത കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മുൻനിർത്തിയാണ് കോൺവെന്റിന്റെ അവകാശവാദങ്ങളെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വിശദീകരിച്ചു. ജനം, കൊച്ചി.